ഹായ്, ഗുഡ് മോർണിംഗ്. പോളി ട്യൂട്ടോറിയൽസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AC ഫണ്ടമെൻ്റൽസ് ആണ്. അതായത് അൾട്ടർനേറ്റിംഗ് കറണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രിക്കലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അവർക്കിപ്പോഴും ചില സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നൊക്കെ ഉള്ളത് പല വിദ്യാർത്ഥികളും പലപ്പോഴായിട്ട് നമ്മളോട് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കറണ്ട്, വോൾട്ടേജ്, പവർ, റെസിസ്റ്റൻസ് തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കറണ്ട് എന്താണെന്നോ അല്ലെങ്കിൽ വോൾട്ടേജ് എന്താണെന്നോ പവർ എന്താണെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻസ് അവർക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേമുകൾ കൃത്യമായിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൺസെപ്റ്റ് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ നമ്മളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക്കലിൽ നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഏറ്റവും ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ തുടങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി കുറച്ച് വെള്ളം എടുക്കണമെന്ന് നമ്മൾ കരുതുക. പലപ്പോഴും നമ്മൾ ഈ കറണ്ട്, വോൾട്ടേജ് എല്ലാം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരു വാട്ടർ സോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ എക്സാമ്പിളാണ് പങ്കുവെക്കാറുള്ളത്. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് വെള്ളം ആവശ്യമുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ വെള്ളം നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്? ഒരു വാട്ടർ സോഴ്സ് ആവശ്യമുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് നമുക്കൊരു വാട്ടർ സോഴ്സ് വേണം. ആ വാട്ടർ സോഴ്സിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വേണം. അതായത് ഒരു വാട്ടർ സോഴ്സ് വേണം, പിന്നെ ഒരു PVC പൈപ്പ് വേണ്ടി വരും, പിന്നെ നമുക്ക് ആവശ്യാനുസരണം എടുക്കുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു ടാപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്തൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും? ഫസ്റ്റ് വൺ, നമുക്കൊരു സോഴ്സ്, അതായത് വാട്ടർ സോഴ്സ് ഒരു പക്ഷേ അതൊരു വാട്ടർ ടാങ്ക് ആവാം, അല്ലെങ്കിൽ ഒരു കിണറാവാം, അങ്ങനെ സംതിങ് വെള്ളമുള്ള എന്തെങ്കിലും ഒരു സോഴ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ടാങ്ക് ആക്കി എടുക്കുകയാണ്. വാട്ടർ സോഴ്സ് ടാങ്ക് വേണം. ഓക്കെ, ടാങ്ക് വേണം. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് വേണം? ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു PVC പൈപ്പ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ PVC പൈപ്പ് വേണം. ഓക്കെ, PVC പൈപ്പ് വേണം. പിന്നെ നമുക്ക് ആവശ്യാനുസരണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു ടാപ്പ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ തേർഡ് വൺ, ടാപ്പ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ചെറിയൊരു ഉദാഹരണത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വെള്ളം നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ഡയഗ്രമാണ് ഞാൻ ഈ ബോർഡിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക്. ഈ ടാങ്കിനകത്ത് വെള്ളമുണ്ട്. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ PVC പൈപ്പ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ടാപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ടാങ്കിനകത്ത് വെള്ളമുണ്ടെങ്കിൽ നമുക്കത് PVC പൈപ്പിലൂടെ വന്ന് ഈ ടാപ്പ് തുറന്നാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണല്ലോ, ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ബേസിക് ആയിട്ടൊരു സോഴ്സ് വേണം. ഓക്കെ, ആ സോഴ്സാണ് ശരിക്കും എന്ത്? ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ PVC പൈപ്പിലൂടെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ടാങ്കിനകത്ത് നിറയെ വെള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ PVC പൈപ്പിലൂടെ കൂടുതൽ വെള്ളം ഫ്ലോ ചെയ്യും. അതിന് കാരണം എന്താണ്? ഇപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ തോതനുസരിച്ച് ഇതിനകത്ത് ഒരു പ്രഷർ ഉണ്ടാവും.
അല്ലേ? നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്തൊരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്തെ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതിൽ കുറച്ച് വെള്ളമുള്ളൂ എന്നുണ്ടെങ്കിലോ ഇതിനകത്തെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്തെ വെള്ളത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ PVC പൈപ്പിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടാപ്പ് നമുക്ക് ആവശ്യാനുസരണം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഈ വാട്ടർ ടാങ്കുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഈ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു വാട്ടർ സോഴ്സ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ബേസിക്കായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഇലക്ട്രിക്കൽ എനർജി സോഴ്സ് വേണം. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എനർജി സോഴ്സ് ആണ് എന്ത്? ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടാങ്കിന് ഈക്വൽ ആണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എന്ത്? ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് ഇതുപോലെ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ടത് ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ബാറ്ററി. അപ്പോൾ നമ്മൾ ബാറ്ററി നോട്ട് ചെയ്യുന്നു. ഓക്കെ, ബാറ്ററി. അപ്പോൾ ഇവിടെ നമ്മൾ ടാങ്കിനകത്ത് വെള്ളമുണ്ട് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ബാറ്ററിക്കകത്ത് എന്തുണ്ടാവും? പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ബാറ്ററിക്കകത്ത് ഉണ്ടാവുക. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ടാങ്കിൽ നിന്നും വെള്ളം എടുക്കുന്നതിന് ഒരു PVC പൈപ്പ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഈ ബാറ്ററിയിലുള്ള ചാർജ് നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താവശ്യമുണ്ട്? ഒരു കണ്ടക്ടർ ആവശ്യമുണ്ട്, ഒരു ചാലകം, അതായത് വൈദ്യുതിയെ കടത്തിവിടുന്ന ഒരു ചാലകം, കണ്ടക്ടർ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അത് കണ്ടക്ടർ അല്ലെങ്കിൽ നമുക്ക് വയർ എന്ന് പറയാം. സാധാരണ നമ്മൾ വയർ എന്ന് പറയും. അപ്പോൾ നമുക്ക് വയർ വേണം. ഓക്കെ, വയർ അല്ലെങ്കിൽ കണ്ടക്ടർ വേണം. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യാനുസരണം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്ക് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ആവശ്യം ഉണ്ടാവില്ല, ഒരു പർപ്പസ് ഉണ്ടാവില്ലോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ലോഡ് വേണം. ലോഡ്, എന്തെങ്കിലും ഒരു ലോഡ്. നമ്മൾ എന്ത് ഉപകരണമാണോ ആ സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോഡ് എന്ന് പറയുക. ചിലപ്പോൾ ഒരു ബൾബ് കത്തിക്കലാവും നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ലോഡ് എന്താണ്? ബൾബാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബാറ്ററി സോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബൾബ് കത്തിക്കുകയാണെന്ന് കരുതുക. അങ്ങനത്തെ ഒരു സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? തേർഡ് വൺ, ഒരു ലോഡ് വേണം. അതായത് നമ്മൾ ഈ എക്സാമ്പിളിൽ അതെന്താണ്? ഒരു ബൾബാണ്. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇനി ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സർക്യൂട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററി പറഞ്ഞു. ബാറ്ററി ഇതാ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വയർ ഇതാണ്. പിന്നെ അതുപോലെ ലോഡ് നമ്മൾ ബൾബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കാം. ഇവിടെ നമ്മൾ ഈ കേസിൽ പറഞ്ഞു ഈ ടാങ്കിനകത്ത് വെള്ളമുണ്ടെങ്കിലാണ് നമുക്ക് ഈ PVCയിലൂടെ ഒഴുകി നമുക്ക് ഇവിടെ എന്ത് കിട്ടുക? വെള്ളം കിട്ടുക എന്ന് പറഞ്ഞ പോലെ ഈ ബാറ്ററിക്കകത്ത് എന്ത് വേണം? ചാർജ് ഉണ്ടാവണം. ചാർജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ബൾബ് എന്ത് ചെയ്യുള്ളൂ? പ്രകാശിക്കുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും ഇവിടുത്തെ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള ഒഴുക്ക് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ ഉണ്ടാവുക? ബാറ്ററിയിൽ നിന്നും ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ബാറ്ററിയിൽ നിന്നും ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കുണ്ടാവും. ഈ ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. ബാറ്ററിയിൽ നിന്നും ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കാണ് എന്ത്? കറണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കാണ് ഉണ്ടാവുക, അതാണ് കറണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു വാട്ടർ മോളിക്യൂൾസ് ആണ് ഈ ടാങ്കിനകത്തുള്ളത് അല്ലേ? അതാണ് ഇവിടുത്തെ സോഴ്സ്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എന്തില്ല? ഒന്നുമില്ല. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിക്ക് അകത്ത് എന്തുണ്ട്? ചാർജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കാരണം ഇതിനകത്ത് എന്തുണ്ട്? ഒരു പ്രഷർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചാർജസ് കാരണം ഈ ബാറ്ററി ഈ സർക്യൂട്ടിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും എന്ത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ സോഴ്സാണ് ശരിക്കും, അല്ലെങ്കിൽ ഈ സോഴ്സിൽ കൊടുക്കുന്ന പ്രഷറാണ് ശരിക്കും എന്ത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ബാറ്ററി, ആ ബാറ്ററി സോഴ്സ്
ആണ് ഇവിടെ നമ്മൾ വോൾട്ടേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന കൺസെപ്റ്റ് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കൂ, ഈ കറണ്ട് അതായത് ഇതിലൂടെയുള്ള ഒഴുകുന്ന വെള്ളം ഓക്കെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ് ഇതിലെ വെള്ളത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ഇതിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള ഒഴുക്ക് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം? ബാറ്ററിയിൽ ചാർജ് കുറവാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ കറണ്ട് ഏതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഒന്നാമതായിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെയുള്ള ചാർജസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ ഇനി ഇതിലൂടെ ഒഴുക്കുണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ ടാപ്പ് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടൂല. അല്ലെങ്കിൽ ടാപ്പ് പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല, കുറച്ച് തുറന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് വെള്ളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തുണ്ട്? ഒരു ലോഡുണ്ട്. ഈ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കറണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് എന്താണോ ആ ലോഡിനനുസരിച്ചാണ് ഇവിടുന്ന് എന്ത് ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പോൾ കറണ്ട് രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ ബാറ്ററിയിലെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ലോഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഈ പൈപ്പിനകത്ത് കുറച്ച് ചളിയോ മറ്റു വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഫ്ലോ എന്തായിരിക്കും? കുറയും. കാരണം എന്താ? ആ വസ്തുക്കൾ ഇതിൻ്റെ ഒഴുക്കിനെതിരെ ഒരു ഒപ്പോസിഷനായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം ഇവിടെ എന്ത് ചെയ്യും? ഒഴുക്ക് കുറയും. ഓക്കെ, അത് തന്നെയാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ PVC പൈപ്പ് ഇനി പല രൂപത്തിലുള്ള പൈപ്പുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. ചില പൈപ്പിൻ്റെ ഉൾവശം എന്തായിരിക്കും? നല്ല സ്മൂത്ത് ആയിരിക്കും. ചില പൈപ്പിൻ്റെ ഉൾവശം കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ നല്ല ഒഴുക്കുണ്ടാവും. കുറച്ച് ഹാർഡാണെങ്കിലോ ഒഴുക്ക് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ എന്താണ്? ഇവിടുത്തെ പൈപ്പിൻ്റെ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഒഴുക്കിലും എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ വയറിൻ്റെ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് എന്ത് വരും? ഇതിൻ്റെ റെസിസ്റ്റൻസിലും മാറ്റം വരും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കോപ്പറാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് അലൂമിനിയം ഉപയോഗിക്കാം. അപ്പം കോപ്പർ ഉപയോഗിക്കുമ്പോഴും അലൂമിനിയം ഉപയോഗിക്കുമ്പോഴുമുള്ള റെസിസ്റ്റൻസ് എന്താണ്? അത് ഡിഫറൻ്റ് ആണ്. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. അതായത് ഇതിൽ ഒഴുകുന്ന വെള്ളത്തിന് കൊടുക്കുന്ന ഒരു ഒപ്പോസിഷൻ ഫോഴ്സ്, അതാണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ, അതായത് കറണ്ടിന് കൊടുക്കുന്ന ഒപ്പോസിഷൻ ആണ് എന്ത്? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ടോ? ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? പവർ എന്നുള്ളതാണ്. പവർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, പവർ ഇപ്പോൾ നമ്മളിവിടെ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ തോത് അല്ലേ, ഈ വെള്ളത്തിൻ്റെ തോത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ വരുന്ന വെള്ളത്തിൻ്റെ തോത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ പറയാണ്, ഇതിനകത്തെ ഈ ടാങ്കിനകത്തെ വെള്ളത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് കാരണം ഇതിനകത്ത് വെള്ളം കൂടുതലാണെങ്കിൽ ഇവിടെ നല്ല വെള്ളം വരും. ഇനി ഇതിനകത്ത് വെള്ളം കുറവാണെങ്കിലോ ഇവിടെ കുറച്ച് വെള്ളം വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ഫാക്ടറാണ് എന്ത് ഒന്ന് ഇതിനകത്തെ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്തിനെ? ചാർജ്, അതായത് ഇവിടുത്തെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ നമ്മൾ P എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഈ ടാങ്കിനെ ചാർജിനെ അല്ലെങ്കിൽ ടാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ബാറ്ററി അതായത് വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിലൂടെയുള്ള ഒഴുക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒഴുക്ക് അല്ല, ഇതിലൂടെ എത്രത്തോളം ഒഴുക്കുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ PVC പൈപ്പ് വണ്ണം കുറഞ്ഞതാണെങ്കിൽ ഇതിൻ്റെ ഒഴുക്ക് കുറയും. ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ തോത് എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ ഈ PVC പൈപ്പ് നല്ല വണ്ണുള്ളതാണെങ്കിലോ അപ്പോൾ ഇതിലൂടെയുള്ള ഒഴുക്ക് കൂടും. ഓക്കെ, ഒഴുക്ക് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ തോത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ തോത് ഇതിലൂടെയുള്ള ഒഴുക്കിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒഴുക്ക്, വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നതാണ് എന്ത്? കറണ്ട്. അപ്പോൾ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ എന്താണ്? V/I. അപ്പോൾ പവർ രണ്ട് കാര്യത്തെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വോൾട്ടേജിനെയും കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റു രീതിയിൽ പറഞ്ഞാൽ പവർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ബേസിക് ആയിട്ട് വോൾട്ടേജ്, കറണ്ട്, പവർ, റെസിസ്റ്റൻസ് എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് രൂപത്തിലുള്ള കറണ്ട് ഉണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. AC ഉണ്ട്, DC ഉണ്ട്, അൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട്, ഡയറക്റ്റ് കറണ്ട് ഉണ്ട്. ഓക്കെ, ആദ്യം കണ്ടെത്തിയത് ഏതാണ്? DC ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് BC കാലഘട്ടത്തിൽ തന്നെ DC കറണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് AD കാലഘട്ടത്തിലാണ് ശരിക്ക് എന്ത് കണ്ടെത്തിയത്? AC കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് AC കുറിച്ചാണ്. അപ്പോൾ AC കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് AC എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്കൽ ഫാരഡെയുടെ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫാരഡെയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഫാരഡെ ഈ പ്രിൻസിപ്പിളിലേക്ക് എത്തിപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാരഡെയുടെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഫാരഡെയുടെ 2 ലോസ് ഉണ്ട്, അതായത് പ്രിൻസിപ്പിൾ ഉണ്ട്. ആ ലോസ് നമുക്ക് നോക്കാം. ആ ലോസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ AC പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫാരഡെയുടെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. ഫാരഡെയുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഞാൻ ബോർഡിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 ഡയഗ്രം നോക്കാം. അതിനുശേഷം താഴെയുള്ള 2 ഡയഗ്രം നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഡയഗ്രത്തിൽ ഇത് കണ്ടില്ലേ, ഇതൊരു കോയിലാണ്. ഓക്കെ, കോയിൽ, അതായത് നമ്മൾ മലയാളത്തിൽ കമ്പിച്ചുരുൾ എന്ന് പറയും. ഓക്കെ, കോയിൽ, ഇതൊരു കോയിലാണ്. പിന്നെ ഇത് ആ കോയിലിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്? കണ്ടക്ടറാണ്. ഇതൊരു ഗാൽവനോമീറ്റർ ആണ്. എന്തിനാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുക? കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ ഉപയോഗിക്കുക. അതേപോലെ കറണ്ടിൻ്റെ ഡയറക്ഷനും നമുക്ക് ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതൊരു ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു കോയിലിൽ ഒരു കണ്ടക്ടർ ത്രൂ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് എന്ത് ചെയ്യും? വെച്ചു. എന്നിട്ട് ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് കണ്ടില്ലേ, നോർത്തും സൗത്തും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹം ആദ്യം എന്ത് ചെയ്തു? ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് കണ്ടോ, നോർത്ത് പോള് ഈ കോയിലിൻ്റെ അടുത്തേക്ക് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിങ്ങനെ ഇങ്ങോട്ട് ചലിപ്പിച്ചു, മൂവ് ചെയ്തു. ആ മൂവ് ചെയ്ത സമയത്ത് ഈ ഗാൽവനോമീറ്ററിൽ അദ്ദേഹത്തിന് ഒരു ഡിഫ്ലക്ഷൻ കാണാൻ പറ്റി. ഈ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, അപ്പം നോർത്ത് സൈഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? ഇത് ഗാൽവനോമീറ്റർ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അദ്ദേഹം ഉടനെ തന്നെ ഈ ബാർ മാഗ്നറ്റ് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു, അതേപോലെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് ഈ ഗാൽവനോമീറ്റർ തിരിച്ച് എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ നേരത്തെ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തെങ്കിൽ ഇപ്പം എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ബാർ മാഗ്നറ്റ് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിന്ന് നോക്കി. ഓക്കെ, പിടിച്ചു നിന്ന് നോക്കി. അപ്പോൾ എന്തില്ല? ഡിഫ്ലക്ഷനേ ഇല്ല. ഡിഫ്ലക്ഷൻ ഇല്ലാതെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു, ഇതിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിങ്ങനെ കുറച്ച് സ്പീഡിൽ, കുറച്ച് വേഗതയിൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കി. അപ്പോൾ എത്രത്തോളം സ്പീഡിൽ അദ്ദേഹം മൂവ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പം ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പം നോർത്ത് പോളാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കിയത്. പിന്നെ അദ്ദേഹം നേരെ തിരിച്ചു ചെയ്തു, സൗത്ത് പോൾ കൊണ്ടുവന്ന് നോക്കി. സൗത്ത് പോൾ കൊണ്ടുവരുമ്പോഴുള്ള ഡയഗ്രാം നമ്മൾ ഇതിലൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ നോർത്ത് പോള് കോയിലിനടുത്തേക്ക് കൊണ്ടുവന്നതിന് പകരം അദ്ദേഹം സൗത്ത് പോൾ കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റിയൊരു വ്യത്യാസം, നേരത്തെ നോർത്ത് പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗത്ത് പോൾ കൊണ്ടുവന്നപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എന്തായി? ലെഫ്റ്റ് സൈഡിലേക്കായി. അതായത് നോർത്ത് പോൾ വന്നപ്പോൾ എങ്ങോട്ടാണോ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സൗത്ത് പോൾ വന്നപ്പോൾ എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ സൗത്ത് പോൾ വന്നപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഏത് ഡയറക്ഷനിലാവും ഡിഫ്ലക്ട് ചെയ്യുക? ഈ ഡയറക്ഷനിലാവും ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. അതായത് ഒരു കോയിലുമായി ബന്ധപ്പെട്ട ഒരു മാഗ്നറ്റിക് ഫീൽഡാണിത്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹം ഈ ബാർ മാഗ്നറ്റ് ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിച്ചു നിന്ന്
ആ സമയത്ത് കറണ്ട് ഇല്ല. ഈ ബാർ മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം, അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുമ്പം എന്തില്ല, ചേഞ്ച് ചെയ്യാത്ത മാഗ്നറ്റിക് ഫീൽഡാണ്. ഇങ്ങനെ അദ്ദേഹം മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഈ കോയിലിനെ സംബന്ധിച്ചിടത്തോളം ആ കോയിലിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ, ഒരു കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പം ആ കോയിലിനകത്ത് അല്ലെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ എക്സ്പെരിമെൻറ്റിലൂടെ എന്ത് ചെയ്തു, ഫാരഡെ കണ്ടെത്തി. ഇതാണ് ശരിക്ക് AC ജനറേഷനിലേക്ക് വഴിത്തിരിവായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഫാരഡയുടെ ഈ ഫൈൻഡിങ്സിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പേരാണ്. ഓക്കെ, അതായത് ഒരു ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ഈ കറണ്ട് അതിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഫാരഡെ ഇത് 2 ലോസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാരഡയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ 2 ലോസ് ആണ്. ഫസ്റ്റ് ലോ എന്താണ്, സെക്കൻഡ് ലോ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഫാരഡയുടെ ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലോ നോക്കാം. ഫസ്റ്റ് ലോ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു കോയിലുണ്ട്, ആ കോയിലുമായി ബന്ധപ്പെട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോൾ ഈ കോയിലിൽ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അതായത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വെനെവർ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. വെനെവർ എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ, ഓക്കെ, എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ, ഒരു കോയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്, ഒരു EMF അതിനകത്ത് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫാരഡയുടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന EMF എത്രത്തോളം ഉണ്ട്, അതെങ്ങനെയാണ് കണ്ടെത്താം, എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താം. ഓക്കെ, അതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഫാരഡയുടെ സെക്കൻഡ് ലോ പറയുന്നത് ഇതാണ്: ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫ്ലക്സ്. ഓക്കെ, അതായത് ദ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അളവ്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫ്ലക്സ്, അതായത് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഫ്ലക്സിൽ എങ്ങനെ ചേഞ്ചസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. നമ്മൾ കോയിലിൻ്റെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ കോയിലുണ്ട്, അപ്പോൾ ഇവിടെ നമ്മുടെ മാഗ്നറ്റ് ഉണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞു 2 ഫാക്ടറാണ് അതിലുണ്ടാവുക. എങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടുതൽ ചേഞ്ചസ് ഉണ്ടാക്കാം? ഒന്ന് എന്താണ്, ഈ മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാം. മൂവ് ചെയ്യുന്ന സ്പീഡ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തതോ, ഇവിടെ ഈ കോയിൽസിൻ്റെ എണ്ണം ഉണ്ടല്ലോ, കോയിൽസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും ഇവിടെ ഫ്ലക്സിൻ്റെ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് നമുക്ക് നേരെ തിരിച്ചും പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മാഗ്നറ്റിനെ ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ മാഗ്നറ്റിനെ ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് പകരം ഈ കോയിലിനെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കോയിൽ തന്നെ ആവണമെന്നില്ല, ഒരു കണ്ടക്ടർ ആയാലും മതി, എനി കണ്ടക്ടർ, അതായത് കറണ്ട് കടത്തിയിടുന്ന ഒരു കണ്ടക്ടർ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഫാരഡയുടെ എക്സ്പെരിമെൻറ്റിൽ അതൊരു കോയിലായിരുന്നു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇതാണ് ഫാരഡയുടെ ലോസ്. 2 ലോസ് ഉണ്ട്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഇനി പറയാനുള്ളത് ഫാരഡയുടെ സെക്കൻഡ് ലോയിൽ നിന്നാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്തുന്നതിന് വേണ്ട ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ലോ പറയുന്നത് തന്നെ എന്താണ്, ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫാരഡയുടെ സെക്കൻഡ് ലോ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈമാണ്. നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫ്ലക്സ് ആണ്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ കോയിലിൻ്റെ അടുത്ത് മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഇൻസ്റ്റൻറ്റിൽ ഒരു ഫ്ലക്സ് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി, കുറേ തവണ മൂവ് ചെയ്തു, അങ്ങനെ അവസാനം നമ്മൾ നിർത്തുകയാണ്, അപ്പോൾ ഒരു ഫ്ലക്സ് ഉണ്ടാവും.
അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഒരു ഫ്ലക്സ് ഉണ്ടാവും, അവസാനം ഒരു ഫ്ലക്സ് ഉണ്ടാവും, ഫ്ലക്സ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന ഫ്ലക്സിന് ഞാൻ φ1 എന്ന് കൊടുക്കുകയാണ്, അവസാനം ഉണ്ടാവുന്ന ഫ്ലക്സിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? φ2 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്തായിരിക്കും? φ2 മൈനസ് φ1, ക്ലിയർ ആണല്ലോ? ഡിവൈഡഡ് ബൈ ടി, ടൈം. ക്ലിയർ ആവുണ്ടോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ ചേഞ്ചിങ് ഫ്ലക്സ് എന്തിനേയും കൂടി ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് ടേൺസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസിന് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് n, ക്യാപിറ്റൽ N. അപ്പോൾ ഇവിടെ നമുക്കൊരു n ആഡ് ചെയ്യാം, ഇവിടെ നമുക്കൊരു n ആഡ് ചെയ്യാം. അപ്പം n φ2 മൈനസ് n φ1 ആണ് ചേഞ്ചിങ് ഫ്ലക്സ്. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം, n ഇൻറ്റു φ2 മൈനസ് φ1 ഡിവൈഡഡ് ബൈ ടി. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഡിഫറൻഷിയേഷൻ ഫോമിൽ, അതായത് EMF ആണ് E എന്ന് മാർക്ക് ചെയ്ത് ഞാൻ, ഇതിന് നമുക്ക് ഡിഫറൻഷിയേഷൻ ഫോമിൽ മാത്തമാറ്റിക്സിൽ നമുക്ക് ചുരുക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലയിടത്തും നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഡിഫറൻഷിയേഷൻ്റെ ടേംസിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി ചെയ്താൽ E ഈക്വൽ ടു n ഇൻറ്റു φ2 മൈനസ് φ1 എന്ന് പറഞ്ഞാൽ ഫ്ലക്സിലുള്ള ചേഞ്ച്. അപ്പോൾ ഡിഫറൻഷിയേഷൻ പ്രകാരം നമ്മൾ പിന്നെ ഫ്ലക്സ് φ ആണെങ്കിൽ ഫ്ലക്സിലുള്ള ചേഞ്ചിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഡി φ എന്ന് പറഞ്ഞാൽ ഫ്ലക്സിലുള്ള ചേഞ്ച്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇവിടെ φ2 മൈനസ് φ1 ആണ് ഇവിടുത്തെ ഫ്ലക്സിലുള്ള ചേഞ്ച്. അപ്പോൾ അതിനെ നമ്മൾ ഡി φ എന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം, അതായത് ടൈമിലുള്ള ചേഞ്ച്, അത് ഡി φ ബൈ ഡി ടി. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇതാണ് ഫാരഡേയുടെ പ്രിൻസിപ്പിൾ പ്രകാരമുള്ള എന്ത് EMF കാണുന്നതിനുള്ള ഇക്വേഷൻ E ഈക്വൽ ടു n ഇൻറ്റു ഡി φ ബൈ ഡി ടി. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ഇക്വേഷൻ കാണുന്ന സമയത്ത് ഈ ഇക്വേഷൻ്റെ കൂടെ പലപ്പോഴും ഇവിടെ ഒരു മൈനസ് കാണാറുണ്ട്, ഒരു നെഗറ്റീവ് സിമ്പൽ കാണാറുണ്ട്. ഈ നെഗറ്റീവ് സിമ്പൽ ആക്ച്വലി വരുന്നത് ലെൻസസ് ലോ എന്ന് പറയുന്ന ഒരു ലോയിൽ നിന്നാണ്. ഫാരഡേയുടെ ലോ പ്രകാരം ഇത് ഇത്രയേ ഉള്ളൂ, E ഈക്വൽ ടു n ഇൻറ്റു ഡി φ ബൈ ഡി ടി എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, ഇനി ലെൻസസ് ലോ കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക? മൈനസ് കിട്ടുക. എന്താണ് ലെൻസസ് ലോ പറയുന്നത്? ലെൻസസ് ലോ പ്രകാരം ലെൻസസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഉണ്ടാകാനുള്ള കാരണക്കാരനെ ആ സർക്യൂട്ട് ഒപ്പോസ് ചെയ്യും എന്നാണ് പറയുന്നത്. കറണ്ട് ഉണ്ടാകാനുള്ള കാരണക്കാരൻ ആരാണ്? കറണ്ട് ഉണ്ടാവാനുള്ള കാരണം അവിടെ ആരാണ്? ഫ്ലക്സിലെ ചേഞ്ചാണ്. അപ്പോൾ ഫ്ലക്സിലെ ചേഞ്ചിന് അവിടെ കോയിലിനകത്ത് ഒരു ഒപ്പോസിഷൻ സംഭവിക്കും എന്നാണ് പറയുന്നത്. ആ ഒപ്പോസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? നെഗറ്റീവ് സൈന് കൊടുക്കുന്നത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ലെൻസസ് ലോയും ഫാരഡേസ് ലോയും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EMF കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ മാർക്ക് ചെയ്യുക? E ഈക്വൽ ടു മൈനസ് n ഇൻറ്റു ഡി φ ബൈ ഡി ടി. ഇവിടെ φ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, φ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? φ ഫ്ലക്സ് ആണ്. ഓക്കെ, ഫ്ലക്സ്. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ടൈം. ഓക്കെ, പിന്നെ n എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ N എന്താ? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. കോയിൽ എത്ര ടേൺസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ജനറേഷൻ ഓഫ് എ സി കറണ്ട്, അതായത് അൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ അൾട്ടർനേറ്റിംഗ് EMF വോൾട്ടേജ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്നിപ്പോൾ നമ്മളുടെ വീടുകളിൽ അതേപോലെ കൊമേഴ്ഷ്യലായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്ടർനേറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്താണ്? ട്രാൻസ്മിഷൻ അൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ അൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ആരുടെ പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് ദ പ്രിൻസിപ്പിൾ ഓഫ് ജനറേഷൻ ഓഫ് അൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ.
ഓക്കെ, ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എന്ത് അൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതിന് പിന്നിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ആ ഫാരഡേയുടെ 2 ലോസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്, ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ള സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വേണ്ടി വരും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും. എന്തൊക്കെ വേണ്ടി വരും ശരിക്ക്? നമ്മൾ ആ ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റിൽ കണ്ടതാണ് അൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെ ഉണ്ടാവുന്നതെന്ന്. ഒരു കോയിൽ വേണം അല്ലേ, ഒരു കോയിൽ വേണം. പിന്നെന്ത് വേണം? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം അല്ലേ. ആ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് സംഭവിക്കണം? ചേഞ്ചസ് സംഭവിക്കണം. ചേഞ്ചസ് സംഭവിക്കാൻ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒന്നെങ്കിൽ മാഗ്നറ്റ് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അല്ലെങ്കിലോ മാഗ്നറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ആര് മൂവ് ചെയ്യിക്കണം? കോയിലിനെ മൂവ് ചെയ്യിക്കണം. ഓക്കെ, റിലേറ്റീവ് മോഷൻ ഉണ്ടാവണം. റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക, അവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരിക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് കോയിൽ വേണം, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ചിങ് ഉണ്ടാവുമ്പോൾ അതിനകത്തൊരു കറണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ EMFനെ അല്ലെങ്കിൽ നമുക്ക് പുറമെ ഒരു സർക്യൂട്ടിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ 1-2 ചെറിയ ഉപകരണം കൂടി വേണം. അതാണ് സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഡയഗ്രമാണ് സിംഗിൾ ലൂപ്പ് AC ജനറേറ്ററിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദ പാർട്സ് ഓഫ് സിംഗിൾ ലൂപ്പ് ജനറേറ്റർ ആർ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്തുണ്ട്, ഒരു കോയിലുണ്ട് അല്ലേ. നമ്മൾ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള കോയിലാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ കോയിൽ നടുക്കാണുള്ളത്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് എന്തുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. ഒരു നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. ഓക്കെ, പിന്നെ അതിന് എന്തുണ്ട്, ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ കോയിലിനൊരു ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിൻ്റെ എൻഡിൽ നമ്മൾ ഒരു സ്ലിപ്പ് റിങ് പിന്നെ ഒരു ബ്രഷും കൊടുത്തിട്ടുണ്ട്. ഈ ബ്രഷിൻ്റെ പർപ്പസ് നമ്മൾ ബ്രഷിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ പുറമെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് നമ്മൾ എടുക്കുന്നത് ഈ ബ്രഷ് ത്രൂ ആണ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയ പാർട്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോട്ട് പുസ്തകം എടുത്തിട്ടുണ്ട്. ഈ നോട്ട് പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോയിലായിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ, ആ കോയിലാണ്, ആ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കോയിലാണ് ഈ നോട്ട് പുസ്തകം എന്ന് കരുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ നോട്ട് പുസ്തകത്തിൻ്റെ ഒരു സൈഡിൽ നോർത്ത് പോളും ഉണ്ട്, ഒരു സൈഡിൽ സൗത്ത് പോളും ഉണ്ട്. നമുക്കിവിടെ അൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലക്സിൽ എന്ത് വേണം, ചേഞ്ചസ് വേണം. ഫ്ലക്സിൽ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം, മൂവ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. പകരം ആരെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്, നമ്മൾ ഈ കോയിലിനെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോയിലിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നതെന്ന് കരുതുക. ഈ പൊസിഷനിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ് ഉണ്ട്. ഈ സൈഡും ഉണ്ട്, പിന്നെ ഈ എഡ്ജും ഉണ്ട്. 2 എഡ്ജ് ഉണ്ട്. മുകളിലൊരു എഡ്ജും ഉണ്ട്, താഴെ ഒരു എഡ്ജും ഉണ്ട്. ഈ മുകളിലെ എഡ്ജിനെ ഞാൻ AB എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, താഴത്തെ എഡ്ജിനെ CD എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് AB, മുകളിലെ എഡ്ജ് AB, താഴത്തെ എഡ്ജ് CD. ക്ലിയർ ആണല്ലോ. ഈ എഡ്ജാണ് AB, ഇതാണ് CD. ഓക്കെ, അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ സൗത്ത് പോൾ ഉണ്ട്. ഇത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് EMF ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്താ, ഇപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് വരുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഇത് ഈ കോയിൽ എന്താണ്, ഇവിടെ റെസ്റ്റിൽ നിൽക്കുകയാണ്. റെസ്റ്റിൽ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഫ്ലക്സ് ഉണ്ട്, പക്ഷെ ഫ്ലക്സിൽ എന്തില്ല, ചേഞ്ചസ് ഇല്ല. ഇനി എപ്പോഴാണ് ചേഞ്ചസ് ഉണ്ടാവുക, നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം, ഇതിനെ മൂവ് ചെയ്യിക്കണം. മൂവ് ചെയ്യുമ്പോൾ ഇത് ഫ്ലക്സിന് എന്ത് ചെയ്യാൻ തുടങ്ങും, കട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ നിൽക്കുന്ന, അതായത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം EMF എന്താണ്, 0 ആണ്. അതായത് കറണ്ട് അല്ലെങ്കിൽ EMF 0 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വെർട്ടിക്കൽ പൊസിഷനിൽ EMF 0. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സിനെ കട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അങ്ങനെ ഫ്ലക്സിനെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഫ്ലക്സ് കട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കൂടി വരുന്നു. ഫ്ലക്സ് കട്ട് ചെയ്യുന്നതിൻ്റെ അളവിനനുസരിച്ച് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ EMF കൂടി വരുന്നു. അങ്ങനെ ഇത് സെക്കൻഡ് പൊസിഷനിലെത്തി. സെക്കൻഡ് പൊസിഷൻ എന്താണ്? കംപ്ലീറ്റ് ഇങ്ങനെ ഒരു പൊസിഷനിലെത്തും. ഈ പൊസിഷൻ എന്താണ്? ഹൊറിസോണ്ടൽ പൊസിഷനാണ്. വെർട്ടിക്കലിൽ നിന്ന് ഇപ്പോൾ ഹൊറിസോണ്ടലായി. ഇപ്പോൾ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു ഈ കോയില്? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ വെർട്ടിക്കലായിരുന്നു. അപ്പം റെസ്റ്റിലായതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF 0 ആയിരുന്നു. ഇപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഏത് പൊസിഷനിലെത്തി? ഹൊറിസോണ്ടൽ പൊസിഷനിലെത്തി. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, ഹൊറിസോണ്ടൽ പൊസിഷനിലെത്തി. അങ്ങനെ ഫ്ലക്സ് കട്ട് ചെയ്തത് കൂടി 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 വന്നു. EMF കൂടി വന്നു. EMF എന്തായി? ഹൊറിസോണ്ടൽ 90 ഡിഗ്രി എത്തി, മാക്സിമമായി. ഓക്കെ. ഇത് മാക്സിമം. അപ്പോൾ ഹൊറിസോണ്ടലിൽ ഇൻഡ്യൂസ്ഡ് EMF മാക്സിമമായി. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മളൊരു ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇത് തീറ്റ ഇത്ര ഡിഗ്രിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. ഇവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടുന്ന് ആയിരുന്നു. സ്റ്റാർട്ടിങ് ഇവിടുന്ന് 0. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യാം 90 ഡിഗ്രി. അടുത്ത പൊസിഷൻ എത്ര ആയിരിക്കും ഉണ്ടാവുക? 180 ഡിഗ്രി. ഓക്കെ. അടുത്തത് 270 ഡിഗ്രി. അടുത്തത് 360 ഡിഗ്രി. നമ്മളൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയുള്ള ആള് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF കൂടി 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 വരുന്നു അല്ലേ? അങ്ങനെ ഹൊറിസോണ്ടൽ എത്തുമ്പോഴാണ് മാക്സിമം ആവുന്നത്. അപ്പം നമുക്ക് എങ്ങനെ വരക്കാം? ഇവിടുന്ന് ഇങ്ങനെ കൂടി വന്ന് മാക്സിമായി. ഓക്കെ ആണല്ലോ. അപ്പം 90 ഡിഗ്രിയിൽ മാക്സിമം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായി. ഇനി അടുത്ത റൊട്ടേഷൻ എങ്ങനെ ഉണ്ടാവുക? വീണ്ടും റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലെത്തി. ഹൊറിസോണ്ടലിൽ മാക്സിമം, വെർട്ടിക്കൽ എത്രയായിരുന്നു? 0. വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. വീണ്ടും വെർട്ടിക്കൽ പൊസിഷനിലെത്തി. വെർട്ടിക്കൽ പൊസിഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? വെർട്ടിക്കൽ പൊസിഷനിൽ 0 ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇതിൻ്റെ തേർഡ് പൊസിഷനിലെത്തി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ CD എന്ന് പറയുന്ന സൈഡ് മുകളിലെത്തി. AB പറഞ്ഞ സൈഡ് എന്തായി? താഴെ എത്തി. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഇപ്പോൾ എത്ര റൊട്ടേറ്റ് ചെയ്ത്? ആദ്യം ഒരു 90, പിന്നെ ഒരു 90. ടോട്ടൽ എത്ര റൊട്ടേറ്റ് ചെയ്ത്? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത്. അപ്പോൾ 180 എത്തിയപ്പോൾ വീണ്ടും വെർട്ടിക്കലായി, വീണ്ടും എന്തായി? 0 ആയി. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ എങ്ങനെ വരക്കാം? ഗ്രാഫിൽ ഗ്രാഫിൽ ഇങ്ങനെ വന്ന് 180ൽ 0 ആയി, 180ൽ 0 ആയി. ഇപ്പം എങ്ങനെ വന്നു? ഓക്കെ. ഇത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യും അല്ല? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ ആയിട്ടുള്ളൂ. വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണതിനനുസരിച്ച് ഫ്ലക്സ് കട്ട് ചെയ്ത് വരുന്നു, ഇങ്ങനെ വരുന്നു. ഓക്കെ. വീണ്ടും ഹൊറിസോണ്ടലായി. ഓക്കെ. ഹൊറിസോണ്ടലായി. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഇപ്പം ഈ സൈഡായിരുന്നു ഇത്രയും നേരം ഈ സൈഡിലുണ്ടായിരുന്നത്. ഇപ്പം എന്ത് ചെയ്തു? സൈഡ് മാറി. സൈഡ് മാറുന്നത് കൊണ്ട് തന്നെ ഈ കറണ്ടിൻ്റെ അല്ലെങ്കിൽ EMFൻ്റെ ഡയറക്ഷനും എന്താവും? ചേഞ്ച് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് എന്തായി? ഇങ്ങനെ ഹൊറിസോണ്ടലിൽ നിൽക്കുന്ന സമയത്ത് ഓക്കെ 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു നിൽക്കുന്ന സമയത്ത് മാക്സിമമായി. പക്ഷേ ഏത് ഡയറക്ഷനിലാണ് മാക്സിമം? നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ. 270ൽ എന്താണ്? മാക്സിമം. ഇങ്ങനെ വന്നു. വീണ്ടും റൊട്ടേഷൻ അല്ലേ? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവാൻ റൊട്ടേഷൻ ഉണ്ട്. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. വീണ്ടും പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നു. ഓക്കെ. അപ്പോൾ വെർട്ടിക്കലാകുമ്പോൾ വീണ്ടും EMF എന്താവും? 0 ആയിരിക്കും. ഓക്കെ. ഗ്രാഫിക്കലായിട്ട് നമുക്ക് എങ്ങനെ കാണിക്കാം? ഇങ്ങനെ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം നമ്മൾ സാധാരണ പറയാറുണ്ട് ഇതാണെന്നുള്ളത്. ഇതൊരു സൈൻ വേവിൻ്റെ കർവിന് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഇത് കോയിൽ വെർട്ടിക്കൽ നിൽക്കുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് EMF 0 ആണ്. ഹൊറിസോണ്ടലിൽ വരുന്ന സമയത്ത് മാക്സിമം ആണ്. ഓക്കെ. അപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്? ഇതിൽ കറണ്ടിൻ്റെ അളവ് ഇങ്ങനെ ഡയറക്ഷൻ അടക്കം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇങ്ങനെയാണ് ഒരു AC ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത്
അൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ അൾട്ടർനേറ്റിംഗ് EMF എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ അല്ലെങ്കിൽ EMFൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണം നമുക്ക്. ഓക്കെ, അപ്പോൾ അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ അല്ലെങ്കിൽ EMFൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ, അപ്പോൾ ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളുമുണ്ട്, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളുമുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലത് കൈയുടെ റൈറ്റ് ഹാൻഡിൻ്റെ 3 വിരലുകൾ. ഓക്കെ, 3 വിരലുകൾ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കണം. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ സ്ട്രെച്ച് ഔട്ട് ദ തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, ഇത് 3ഉം പെർപെൻഡിക്കുലർ ആണ്. തമ്പിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഫോർ ഫിംഗറിന് പെർപെൻഡിക്കുലർ ആണ് ഏത് മിഡിൽ ഫിംഗർ. ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ തമ്പിൻ്റെ ഡയറക്ഷൻ, തമ്പ് എന്നുള്ളത് നമ്മൾ ആ കണ്ടക്ടറിനെ അല്ലെങ്കിൽ കോയിലിനെ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ മോഷൻ്റെ ഡയറക്ഷനിൽ തമ്പിനെ പിടിക്കണം. ഓക്കെ, അപ്പം അവിടെ ഫ്ലെക്സ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ഡയറക്ഷനിൽ ആര് പിടിക്കണം? ഈ ഫോർ ഫിംഗർ, ചൂണ്ടുവിരലിനെ നമ്മൾ പിടിക്കണം. അപ്പം മോഷൻ്റെ ഡയറക്ഷനിൽ തമ്പും അതുപോലെ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ഡയറക്ഷനിൽ ആര് ഈ ഫോർ ഫിംഗറും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തേർഡ് ഫിംഗർ അതായത് മിഡിൽ ഫിംഗർ എന്ത് തരും? ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ തരും. അപ്പം നമ്മളങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മിഡിൽ ഫിംഗർ എങ്ങോട്ടാണോ തിരിഞ്ഞിട്ടുള്ളത് ആ ഡയറക്ഷനാണ് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഗൈസ്, ടുഡേ വി ഡിസ്കസ്ഡ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് പവർ. Then we discussed the portion Faraday's experiment. After that, we explained Faraday's laws of electromagnetic induction. Faraday's first law, then Faraday's second law. After that, we derived the equation for finding induced EMF. Okay. Then we discussed the construction and working of single loop AC generator in detail. After that, finally, we discussed the Fleming's right hand rule. I hope all of you understood the all portions. Okay, thank you for watching.